ഇപ്പോൾ വരുന്നൊരു വാർത്ത. കേരള സർവകലാശാലയിലെ PhD വിവാദത്തിൽ ജാതി അധിക്ഷേപ ആരോപണം നേരിടുന്ന പ്രൊഫസർ വിജയകുമാരിക്ക് പുതിയ പദവി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കോർട്ടിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, CN വിജയകുമാരി BJP അനുകൂല അധ്യാപക സംഘടനകളുടെ പ്രവർത്തക കൂടിയാണ്. ഈ PhD വിവാദവുമായി ബന്ധപ്പെട്ട് ജാതി അധിക്ഷേപ പരാതിയിൽ നേരിടുന്ന വ്യക്തിയാണ് CN വിജയകുമാരി. എന്തായാലും CN വിജയകുമാരിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി ഒരു പുതിയ പദവി കൂടി നൽകിയിരിക്കുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സെനറ്റിന് സമാനമായ പദവിയാണ് ഈ കോർട്ട്. ഈ കോർട്ടിലേക്ക് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും 10 പേരെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയായ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രാഷ്ട്രപതി നേരിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു CN വിജയകുമാരിയെ. CN വിജയകുമാരി ഇന്നു മുതൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കോർട്ടിലെ അംഗമായിരിക്കും. കേരള സർവകലാശാലയിലെല്ലാം എടുത്തു കഴിഞ്ഞാൽ അത് സെനറ്റിലെ അംഗം എന്ന രീതിയിലുള്ള ഒരു പരമോന്നത ബോഡിയാണ് ഈ കോർട്ട്. CN വിജയകുമാരി കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗം കൂടിയാണ്. എന്തായാലും കേരള സർവകലാശാലയിൽ വിപിൻ വിജയൻ CN വിജയകുമാരിക്കെതിരെ കൊടുത്ത പരാതി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെങ്കിലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള തീരുമാനം കോടതി എടുത്തിട്ടുമില്ല. ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥി പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഇന്നും കാര്യവട്ടം ക്യാമ്പസിൽ CN വിജയകുമാരിക്കെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു, ഉപരോധിക്കുകയും ചെയ്തു. എന്തായാലും ഈ സമയത്താണ് ഇത്തരം ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. സമീപകാലത്ത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി എല്ലാം ചേർന്ന് നിൽക്കുന്ന ചില കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് പല പദവികളും ലഭിക്കുന്നത്. സമാനമായി വേണമെങ്കിൽ ഈ പദവിയും വിലയിരുത്താം. ഒരു ഭാഗത്ത് കേസ് നിൽക്കുന്നു, ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ചേർത്ത് പിടിക്കുന്നു. ഉന്മേഷ്, ശരി. ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.